ഹായ് ഡി ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു വീഡിയോയുടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് നോക്കിയോ എന്ന ഒരു കമ്പനിയുടെ ഒരു പുതിയൊരു മൊബൈൽ ഫോൺ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ചാനലിൽ ഒരു പുതിയൊരു മൊബൈൽ ഫോണുകൾ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു മുഖ്യ പരിപാടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ഈ ഒരു ചാനലിൽ മൊബൈൽ ഫോണ് പരിചയപ്പെടുത്തി ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു മൊബൈൽ ഫോണ് 4G മൊബൈൽ ഫോണാണ്, പക്ഷേ ടച്ച് അല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഇതിൻ്റെ ഡിസൈനിങ്, അതായത് ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു വില തന്നെ അങ്ങോട്ട് പരിശോധിക്കാം. വില പറഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മോട് പറഞ്ഞതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5990 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നത്. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത് 24 ഒക്ടോബറിനാണ് ഈ ഒരു മൊബൈൽ ഫോണിന് ലോഞ്ച് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോക്സൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെയല്ല, ഒരു കവർ ബോർഡ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് രൂപത്തിലാണ്. പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എന്നാലും ഞാൻ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് പരിശോധിക്കുന്നുണ്ട്. ദെൻ ഇനി ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 2.4 ഇഞ്ച്, അതായത് 2.45 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നത്. അതായത് QVGA ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നത്. ദെൻ ഇനി ഇതിൻ്റെ ബോക്സിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല. ഒരു ചാർജർ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവലും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അതൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും ആവശ്യമില്ല. അത് ഏതായാലും നമുക്ക് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഫോണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് 1.1 GHz ഡുവൽ കോർ സ്നാപ്ഡ്രാഗൺ 205 ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സർ വരുന്നത്. ദെൻ ഇതിനകത്ത് 512 MB റാമാണ് ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നത്. പിന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 MB റിയർ ക്യാമറ വിത്ത് LED ഫ്ലാഷും ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നുണ്ട്. ദെൻ പിന്നെ ഇതായത് 4 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. വളരെ മികച്ച ഒരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഫോൺ തന്നെയാണ് നോക്കിയോ എന്ന ഈ ഒരു കമ്പനി നമുക്കായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനകത്ത്, അതായത് പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ബോഡി, അതായത് കീബോർഡ് ഒരു അടപ്പ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് മൂടുന്ന ഒരു രീതിയിലാണ് ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വരുന്നത്. വില കേൾക്കുമ്പോൾ നിങ്ങൾ നെട്ടും ചെയ്യേണ്ട, പക്ഷേ വിലക്കനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു ഫോൺ ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ഫോണിനകത്ത് എടുത്തു പറയേണ്ടത് ഒന്നാണ് ഗെയിം. അതായത് നമ്മൾ പണ്ടത്തെ ഫോണിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു പാമ്പ് ഗെയിം ഇതുണ്ട്. അതെനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്കൊക്കെ കളിക്കുന്ന കുറച്ച് മുമ്പൊക്കെ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് പേര് ഇങ്ങനത്തെ ഫോണിൽ പാമ്പ് ഗെയിമൊക്കെ കളിച്ച് നമ്മൾ ആസ്വദിച്ചവരായിരുന്നു. സോ അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ഉദ്ദേശം കണ്ടായിരിക്കാം നോക്കിയോ ഈ ഒരു ഗെയിം ഇതിനകത്ത്, അതായത് ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടി ഉയർത്തി തന്നെ നോക്കിയോ ഈ ഒരു ഗെയിം ഈ ഒരു ഫോണിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് യൂട്യൂബ് ഉണ്ട്, പിന്നെ ഗൂഗിൾ ഉണ്ട്, അതായത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ഗൂഗിൾ മാപ്പ് ഉണ്ട്, പിന്നെ ജിയോ TV ഉണ്ട്, പിന്നെ ഇതുണ്ടോ യൂട്യൂബ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വാട്സപ്പ് ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 4G വോൾട്ടിയാണ്, അതായത് ജിയോ സിമ്മൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ ഗൂഗിൾ മാപ്പും ഉണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് അതായത് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ മാപ്പ്. പിന്നെ ഇതിനകത്ത് 3 ഗെയിം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫോണിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു 3 ഗെയിം ഉണ്ടാവാറില്ല, എന്നാൽ പോലും അതിൻ്റെ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത് ഒന്ന് ചരിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള, അവരെ കയ്യിൽ ഒരു കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 1500 mAh
ഇതാണ് ഇതിനകത്ത്, ഈ ഒരു ഫോണിനകത്ത് 1500 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ഒരു ഫോണിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് സഫ മൊബൈൽസ് ആണ്. ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാനും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.